നമ്മൾ ബനാന ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി എണ്ണ ചൂടായി. നമ്മൾ ബനാന എടുത്തിടാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള പാൻ ചൂടായി കഴിഞ്ഞു. ആദ്യം കടുക് ഇടുകയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇച്ചിരി ഉലുവ ഇടുകയാണ്. അനിയും തേങ്ങായും കരിവേപ്പിലയും കൂടെ അനിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇടുകയാണ്. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞു. ഇനി സവാള ഇടുകയാണ്. ശകലം സവാള ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ശകലം ഉപ്പിടുകയാണ്. അങ്ങനെ ഉള്ളി വാടിക്കഴിഞ്ഞു. ഇനി തക്കാളി ഇടുകയാണ്. സവാള എല്ലാം വാടിക്കഴിഞ്ഞു. ഇനി നമ്മൾ പൊടി ഇടാൻ പോവുകയാണ്. അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. അതിന് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് തട്ടുകയാണ്. ഇത് കിടന്നൊരു 10 മിനിറ്റ് ഒന്ന് വേവണം. അങ്ങനെ നമ്മൾ മല്ലിയില ഇട്ടു. ഇനി ഇത് ഇറക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബനാന ഫ്രൈയും ബീഫ് റോസ്റ്റും റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.